മഹിമ കണ്ട സാക്ഷികളെ, മണവാട്ടിയ തിരുസഭയെ. മഹിമ കണ്ട സാക്ഷികളെ, മണവാട്ടിയ തിരുസഭയെ. ഒരുങ്ങിടുക, ബലം ധരിച്ചിടുക, മണവാളനേശുവെ എതിരേൽക്കുവാൻ. ഒരുങ്ങിടുക, ബലം ധരിച്ചിടുക, മണവാളനേശുവെ എതിരേൽക്കുവാൻ. മഹിമ കണ്ട സാക്ഷികളെ, മണവാട്ടിയ തിരുസഭയെ. കർത്താവിൻ്റെ വന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ഈ രാത്രിയിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ധ്യാനിപ്പാൻ, പഠിപ്പാൻ പതിപോലെ നമുക്കൊരുമിച്ച് കൂടി വരുവാൻ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വന്നുചേർന്ന എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വീണ്ടും വന്ദനവും സ്വാഗതവും അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വേദഭാഗം, ഒന്നാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള ആകുന്ന വേദഭാഗം നമുക്ക് അല്പമായിട്ടൊരുമിച്ച് ധ്യാനിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് നമ്മൾ തുടർന്ന് ചിന്തിക്കുവാൻ പോകുന്ന വേദഭാഗം അതിൻ്റെ 12 മുതൽ താഴോട്ടുള്ള വേദഭാഗമാണ്. 12 മുതൽ 21 വരെയുള്ള ആ വേദഭാഗം നമ്മളൊന്ന് വായിക്കുകയും ആ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിപ്പാൻ വേണ്ടി, അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാകുവാൻ വേണ്ടി ആ പാസേജ് മുഴുവൻ നമ്മൾ വായിക്കുകയും അതേ തുടർന്ന് അതിൽ ചില കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ഈ രാത്രിയിൽ ചിന്തിക്കുകയും ചെയ്യും. തുടർച്ചയായിട്ട് നമ്മൾ പഠിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ മിസ് ചെയ്തവർക്ക് പെട്ടെന്ന് അതിൻ്റെ ലിങ്ക് അല്ലെ അതിൻ്റെ പ്രധാനപ്പെട്ട ചിന്ത മനസ്സിലാക്കുവാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകും. എങ്കിലും നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ അത് മനസ്സിലാകുവാൻ കഴിയും എന്ന് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. വളരെ ശ്രദ്ധയോടെ നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിൽ ആയിരിക്കാം. അതിൻ്റെ 12 മുതലുള്ളതാകുന്ന വേദഭാഗം. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ആർക്കെങ്കിലും വായിപ്പാൻ താല്പര്യമുണ്ടെങ്കിൽ യെസ്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം ഈ കൂടാരത്തിൽ നിന്നും വേർപെടുവാനുള്ള എന്റെ സമയം അടുത്തിരിക്കുന്നു. എന്റെ വേർപാടിന് ശേഷം നിങ്ങൾ ഈ കാര്യങ്ങൾ എപ്പോഴും ഓർമ്മിക്കുമെന്ന് ഉറപ്പുവരുത്താൻ ഞാൻ പരിശ്രമിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും ഞങ്ങൾ നിങ്ങളെ അറിയിച്ചതോ കൽപ്പിത കഥകളെ ആശ്രയിച്ചായിരുന്നില്ല, മറിച്ച് ഞങ്ങൾ അവിടുത്തെ മഹിമയ്ക്ക് ദൃക്സാക്ഷികളായിരുന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്നും തന്റെ അടുത്തേക്ക് വന്നപ്പോൾ പിതാവായ ദൈവത്തിൽ നിന്ന് അദ്ദേഹത്തിന് ബഹുമാനവും തേജസ്സും ലഭിച്ചു. കൂടി വിശുദ്ധ പർവ്വതത്തിൽ ആയിരുന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് വന്ന ഈ ശബ്ദം ഞങ്ങൾ തന്നെ കേട്ടു. മതിയാകും. അതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് പിന്നീട് ഒരുമിച്ച് ചിന്തിക്കാം. ഈ രാത്രിയിൽ തുടർന്ന് നമുക്ക് ഈ വേദഭാഗം അല്പമായിട്ട് ധ്യാനിപ്പാൻ നമുക്ക് ദൈവം കൃപ തരട്ടെ. അതിനായിട്ട് പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിലായിരിക്കാം. ഒന്നാമത്തെ അധ്യായത്തിൽ പ്രാരംഭ വാക്യങ്ങളിൽ നമ്മൾ പല കാര്യങ്ങൾ ചിന്തിപ്പാൻ ദൈവം ഇടയാക്കി തീർത്തു. ഈ പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനം പ്രധാനമായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. അതിനെ ബേസ് ചെയ്താണ് ബാക്കി എല്ലാ കാര്യങ്ങളും പത്രോസ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും പത്രോസിൻ്റെ രണ്ടാം ലേഖനത്തിൽ
വളരെ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ കർത്താവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചുള്ള ആ ഉപദേശം, ആ ദൈവവചനത്തിൻ്റെ വെളിപ്പാട്, അല്ലെ ആ പ്രവാചക വാക്യം, അതിനെ ഡിനേ ചെയ്യുന്ന, അല്ലെങ്കിൽ അത് കർത്താവിൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ എന്ന് ചോദിക്കുന്ന പരിഹാസികൾ അന്ത്യകാലത്ത് ഉണ്ടാകും എന്ന് പത്രോസ് പറയുന്നുണ്ട്. അപ്പോൾ നിശ്ചയമായിട്ടും ആ ഒരു വിഷയത്തെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ദുരുപദേശത്തെ ഖണ്ഡിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ആശയം ഈ ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് വ്യാജ പ്രവാചകന്മാരെക്കുറിച്ച്, അല്ലെ കള്ളപ്രവാചകന്മാർ എന്നവിടെ പറയുമ്പോൾ തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ അതായത് ഏതു നിലയിലും ദൈവജനത്തെ തെറ്റിക്കുന്നവർ, അവരെക്കുറിച്ചാണത് പറയുന്നത്. അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഇടയിലുള്ള അല്ലെങ്കിൽ സോ കോൾഡ് പ്രോഫറ്റ്സിനെ കുറിച്ചല്ല കള്ളപ്രവാചകന്മാർ, അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ചിന്തിക്കും. കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അപ്പോൾ ആ ഒരു കാര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് പത്രോസ് ഈ ലേഖനം എഴുതുന്നത്. അല്ലെങ്കിൽ ആർക്ക് ഈ ലേഖനം എഴുതിയോ അവരെ തെറ്റിച്ച് കളയുന്ന അനേകർ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഉപദേശങ്ങളെ അതിൽ അനേകർ ചെന്ന് പെട്ട് തങ്ങളുടെ സ്ഥിരത വിട്ട് പിന്മാറി തോറ്റുപോകാതിരിപ്പാൻ ഉള്ള ഒരു പ്രബോധന വചനമായിട്ടാണ് പത്രോസിൻ്റെ 2-ാം ലേഖനം പ്രധാനമായിട്ട് എഴുതുന്നത്. നമ്മൾ പ്രാരംഭമായിട്ട് പല കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ കാണുകയുണ്ടായി. ഇവിടെ ഈ 12 മുതലുള്ളതാകുന്ന വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ അവരോട് അറിയിച്ച കാര്യങ്ങൾ തന്നെ അവരെ റിമൈൻഡ് ചെയ്യുന്ന, അവരെ ഓർപ്പിക്കുന്ന, അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്നു വരികിലും ഇത് നിങ്ങളെ എല്ലായ്പ്പോഴും ഓർപ്പിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട അതീവ പ്രാധാന്യമുള്ള എല്ലാ കാര്യങ്ങളും ആവർത്തിച്ച് പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പലപ്പോഴും നമ്മളെക്കുറിച്ചുള്ള ഒരു പരാതി, എന്നെക്കുറിച്ച് ഉള്ള ഒരു പരാതികൾ പലതുണ്ട്. അതിലൊന്ന് ഇതാണ്, എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറയാനുള്ളൂ. നിത്യതയെക്കുറിച്ചോ അല്ലെങ്കിൽ ആത്മീകമാകുന്ന വളർച്ചയെക്കുറിച്ചും അതേ പറയാനുള്ളൂ. സത്യത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ അതീവ പ്രാധാന്യമുള്ള വിഷയങ്ങൾ എപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. ഈ ആവർത്തിക്കുന്നത് കൊണ്ട് പലപ്പോഴും ഗുണമുണ്ടാകാറുണ്ട്. അതിൻ്റെ ഒരു നെഗറ്റീവ് എക്സാമ്പിൾ ഞാൻ പറയാം. ഈ ബോംബെയിൽ ഇരുന്ന സമയത്ത്, ബോംബെയിൽ ഈ ലോ ഇൻകം ഗ്രൂപ്പിലുള്ള അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിച്ച് കഴിഞ്ഞാൽ ഉള്ള ഒരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ ഈ റേഡിയോ ഹൈ വോളിയത്തിൽ വെക്കുക എന്നുള്ളത് അവരുടെ ഒരു വിനോദമാണ്. ഭയങ്കര വോളിയത്തിൽ വെക്കും. അയൽവക്കക്കാർക്കും അല്ല, കുറച്ച് അകലെ വരെ കേൾക്കാവുന്ന, അതൊരു വലിയൊരു വിനോദമാണ് അവർക്ക്. കുറച്ചാൾ എന്നും രാവിലെ ഒരു പാട്ട് ഞാൻ കേൾക്കുമായിരുന്നു. അത് ഏതാണെന്ന്
ഒരു പക്ഷേ നിങ്ങൾക്കറിയാം, ബൊംബൈ സേ ആയാ മേരാ ദോസ്ത് എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ട്. എന്നും രാവിലെ ഇത് കേൾക്കും. കുറച്ച് നാൾ ഇത് കേട്ട് കഴിഞ്ഞപ്പം ഐ ഫൗണ്ട് മൈ സെൽഫ് സിംഗിങ് ദാറ്റ് സോങ്. അതായത് ഇതെല്ലാ ദിവസവും ഇത് രാവിലെ ഇത് കേൾക്കുക. അയൽവക്കക്കാരുടെ റേഡിയോയിൽ നിന്നാണ് ഇത് കേൾക്കുന്നത്. കുറച്ചു കാലം കഴിഞ്ഞപ്പം അറിയാതെ ഈ പാട്ട് ഞാൻ പാടാൻ തുടങ്ങി. അതുപോലെ ഈ അവിടെ ബോംബെയിൽ പണ്ട് കാലത്തെ കാര്യം ഞാൻ പറയുന്നത്, ഇപ്പം അധികം വലിയ ബുദ്ധിമുട്ടില്ല. ഈ ഗണേശ് ചതുർത്ഥി എന്നും പറഞ്ഞൊരു ഉത്സവമുണ്ട്. അത് അവരുടെ ആ ഭജൻ ഉറക്കെയാണ്. 10 ദിവസം ഇത് രാവിലെയും വൈകിട്ടും ഇത് കേട്ടോണ്ടാ. ദിവസം തുടങ്ങുന്നത് കേട്ടോണ്ടും അവസാനിക്കുന്നത് ഇത് കേട്ടോണ്ട് തന്നെയാണ്. കുറച്ചു നാൾ കഴിഞ്ഞപ്പം ഇതെല്ലാം നമുക്കും കാണാൻ പാടും അറിയാം. ഞാൻ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കിയത്, ഈ റിപ്പീറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ അതിന് ശ്രദ്ധ കൊടുക്കാമെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് അത് കയറും. ദൈവവചനത്തിൻ്റെ പഠനത്തിലും അത് നല്ല ഒരു ടൂളാണ്. നമ്മളെപ്പോഴും എന്താ കേൾക്കുന്നത്, എന്താ കാണുന്നത്. ഇപ്പം നമ്മൾ നല്ല പാട്ടുകൾ കേൾക്കാമെങ്കിൽ നല്ല പാട്ടുകൾ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും? പാടാൻ തുടങ്ങും. ദൈവവചനം നമ്മൾ കേൾക്കാമെങ്കിൽ അത് നമ്മുടെ ഉള്ളിലേക്ക് ആവർത്തിച്ച് നമ്മൾ കേൾക്കുമ്പം അത് പ്രവേശിക്കാനായിട്ട് തുടങ്ങും. ഏകദേശം അതിനോട് തുല്യമാകുന്നൊരു കാര്യമാണ് ഇവിടെ അപ്പോസ്തലനാകുന്ന പത്രോസ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മുകളിൽ പറഞ്ഞേച്ച് നമുക്ക് വിലയേറിയ വാഗ്ദത്തങ്ങളും അതുപോലെ നമുക്ക് ഭക്തിയോടെ ജീവിപ്പാനുള്ള എല്ലാ കാര്യങ്ങളും ദൈവം തന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഇന്നതൊക്കെ ചെയ്യണം. ഇന്ന കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഒക്കെ ഉറപ്പാക്കണം. ഈ കാര്യങ്ങൾ അത് വളരെ ക്രിട്ടിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളായതുകൊണ്ട്, അതീവ പ്രാധാന്യമുള്ള വിഷയങ്ങളാകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരുമെന്നു വരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർപ്പിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ സത്യങ്ങൾ അറിയാം, നിങ്ങളത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ സത്യങ്ങൾ അതീവ പ്രാധാന്യം ഉള്ളവ ആകൊണ്ട് ഞാനിതെന്ത് ചെയ്യും? നിങ്ങളെ ഇപ്പോഴും ഓർപ്പിച്ചുകൊണ്ടിരിക്കും, നിങ്ങളോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം നിങ്ങൾക്ക് ഈ കാര്യം അറിയാം, നിങ്ങൾ ഈ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. നിങ്ങൾ ലഭിച്ച സത്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നവരാണെന്ന് എനിക്കറിയാം. പലപ്പോഴും നമ്മൾ താഴോട്ട് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഉറച്ചു നിൽക്കുന്നതിനോടുള്ള ബന്ധത്തിൽ പത്രോസ് ഈ ലേഖനത്തിൽ തന്നെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. 2:14 വരുമ്പോൾ ഈ ഫോൾസ് ടീച്ചേഴ്സിൻ്റെ ഇരകളായി തീരുന്നത് ആരാ? അവിടെ എഴുതിയിട്ടുണ്ട്. ഫോൾസ് ടീച്ചേഴ്സിൻ്റെ ഇരകളായി തീരുന്നത് ആരാ? അവർ സ്ഥിരമില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നു. ആര്? ദുരുപദേഷ്ടാക്കന്മാർ. സ്ഥിരതയില്ലാത്തവരെ എന്ത് ചെയ്യും? വശീകരിക്കും. ഇവിടെയാണ് വിഷയം. നമ്മൾ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം കേൾക്കുമ്പം അതിൻ്റെ പുറകെ പോകുമ്പോൾ അത് ശരിയാ, വേറൊരാൾ വന്ന് പറയുമ്പം ഇതും ശരിയാ. അപ്പോൾ ദൈവവചനത്തിൽ ബോധ്യമില്ലാതെ ഇരിക്കുന്ന, സ്ഥിരതയില്ലാതെ ഇരിക്കുന്ന
ഉറപ്പില്ലാതെ ഇരിക്കുന്നവരാണ് വശീകരിക്കപ്പെട്ടു പോകുന്നത്. അപ്പം സ്ഥിരതയില്ലാതെ ഇരിക്കുന്ന ഒരു കൂട്ടരെ കുറിച്ച് അവിടെ നമ്മൾ കാണുക. സ്ഥിരതയില്ലാതെ ഇരിക്കുന്നവരുടെ മറ്റൊരു സവിശേഷത പിന്നെയും പത്രോസ് പറയുന്നുണ്ട്. അതിൻ്റെ 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, നിങ്ങളുടെ സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അതിൻ്റെ 16-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കൊട്ടിക്കളയുന്നു. അപ്പോൾ സ്ഥിരതയില്ലെങ്കിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അവിടെ നമ്മൾ കാണുന്നു. എന്നാൽ പത്രോസ് ആർക്ക് ഈ ലേഖനം അഡ്രസ്സ് ചെയ്യുന്നു, അവരെക്കുറിച്ച് തനിക്കുള്ള ബോധ്യം, അവരീ ലഭിച്ച സത്യത്തിൽ നിലനിൽക്കുന്നവരാ. നിങ്ങൾക്ക് ഈ കാര്യം അറിയാം, നിങ്ങൾ ഉറച്ചു നിൽക്കുന്നവരാ. എന്നിരുന്നാലും ഇത് അതീവ പ്രാധാന്യമുള്ള കാര്യമായതുകൊണ്ട് ഇത് നിങ്ങളെ ഓർപ്പിച്ച് ഉണർത്താൻ ഞാൻ എന്ത് ചെയ്യുകയാണ്, താല്പര്യപ്പെടുകയാണ്. ആ ഓർപ്പിച്ചുണർത്തുവാനായിട്ട് താൻ എന്തുകൊണ്ട് അതത്ര പ്രാധാന്യതയോടെ താൻ അതിനെ മനസ്സിലാക്കുന്നു. ഈ വിശുദ്ധന്മാരോട് പല കാര്യങ്ങൾ മുകളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വിശുദ്ധന്മാർക്കൊരിക്കലായിട്ട് ഭരമേൽപ്പിക്കപ്പെട്ട ആ അതിവിശുദ്ധ വിശ്വാസത്തെക്കുറിച്ച് നിശ്ചയമായിട്ടും അവർക്കറിവുണ്ട്. അതേ തുടർന്നുള്ളതാകുന്ന കാര്യങ്ങൾ 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പല കാര്യങ്ങൾ പത്രോസ് പറഞ്ഞു. അതുമാത്രമല്ല, വരുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈ ലേഖനത്തിൽ തുടർന്ന് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവർക്ക് അറിവുണ്ട്. പക്ഷെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ റിമൈൻഡ് ചെയ്യുക. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ശരിയായിട്ട് ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നുവെങ്കിൽ ഈ കാര്യം നമുക്ക് വളരെ വ്യക്തമാകും. ദൈവത്തിൻ്റെ വചനത്തിൽ ഈ പ്രാധാന്യമുള്ളതാകുന്ന കാര്യങ്ങളെ ആവർത്തിച്ച് നാം അതിൽ ഉറച്ചു നിൽക്കേണ്ടതിനായിട്ട് ആവർത്തിച്ച് പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകട്ടെ. ഈ എന്തുകൊണ്ടാണ് പത്രോസ് ഈ കാര്യം അവരെ ഓർപ്പിച്ചുണർത്തുവാനായിട്ട് താൻ താല്പര്യപ്പെടുന്നതെന്നാണ് അടുത്ത 2 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ കാരണം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കയാൽ. അപ്പോൾ പിന്നെ അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് അവരെ ഓർപ്പിച്ചുണർത്തുവാൻ തനിക്ക് പ്രേരണ കിട്ടിയതാകുന്ന കാരണം, പല കാരണങ്ങളുണ്ട്. അവരുടെ മെമ്മറി, അവരെ അവരെ റിഫ്രഷ് ചെയ്യേണ്ട കാരണങ്ങളുണ്ട്. കാരണം ഈ ഓർമ്മയെന്നുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഉപദേശങ്ങൾ പോലും, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, ഏറ്റവും നല്ല, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ഒരിക്കൽ കേട്ടതാണേലും നമ്മളത് മറന്നുപോകും. പ്രത്യേകിച്ച് when there is an onslaught of new and unbiblical teachings, പുതിയതും വേദപുസ്തക പ്രകാരമല്ലാത്തതുമാകുന്ന അനേക ആലോചനകൾ വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും മറന്നുപോകും. അപ്പോഴതുകൊണ്ടാണ് ഇവരെ ഓർപ്പിച്ചുണർത്തേണ്ടതായിട്ട് വരേണ്ടത്. എന്നാൽ പത്രോസ് ഇവിടെ പറയുന്നതാകുന്ന കാര്യം, താൻ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടാനുള്ള കാലം അടുത്തിരിക്കുക. അപ്പോൾ തൻ്റെ മരണത്തിന് മുൻപ് പ്രാധാന്യതയോടെ പറയുവാൻ താൻ താല്പര്യപ്പെടുന്നത് എന്താ? മരണത്തിന് മുൻപേ താൻ മരിക്കുമെന്ന് മനസ്സിലാകുമ്പോൾ, തൻ്റെ കാലഘട്ടം അവസാനിക്കുന്നു
എന്ന് തിരിച്ചറിയുമ്പോൾ എന്താ തൻ്റെ കൺസേൺ? എന്താ തൻ്റെ കൺസേൺ? അത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. നമ്മൾ മരിക്കുമെന്ന് നമുക്കറിയാമെങ്കിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് എന്താ? ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കയാൽ. എൻ്റെ ഈ കൂടാരം പൊളിയാൻ പോകുക എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കാൻ പോകുക. വേദപുസ്തകത്തിൽ ഈ ഒരു മെറ്റഫർ പുതിയ നിയമത്തിൽ വളരെ പ്രാധാന്യതയോടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കൊരിന്ത്യരുടെ 2-ാമത്തെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 1-ാം വാക്യത്തിലും 4-ാം വാക്യത്തിലും ഈ കാര്യം നമ്മൾ കാണുന്നുണ്ട്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. അപ്പോഴവിടെയും കൂടാരം എന്നതിനാൽ അപ്പോസ്തലൻ അർത്ഥമാക്കുന്നത് ആ ടെമ്പററി നേച്ചർ ഓഫ് അവർ ലൈഫ്, താൽക്കാലികമാകുന്ന നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ടെൻറ്റ് മാത്രമാണ്. ആ ടെൻറ്റ് പ്രത്യേകിച്ച് ഈ ഒരു ആ നിയർ ഈസ്റ്റേൺ ആ പ്രത്യേക സമയത്ത് ജീവിച്ചിരുന്നവർ ഇപ്പോഴും അവരുടെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഈ നൊമാഡിക്കായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയാകും, അവിടെ ചെന്നൊരു കൂടാരമടിക്കും. അങ്ങനെയുള്ളവരുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവരും താമസിച്ചിട്ടുള്ളവർക്കും ഈ കാര്യം വളരെ പരിചിതമാണ്. ഇപ്പോഴും നൊമാഡ്സായിട്ട് നടക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടാരവാസികളായിട്ട് അവരിന്ന് ഒരു സ്ഥലത്ത് താമസിക്കും, അടുത്ത ദിവസം വേറൊരു സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു കൂടാരമൊക്കെ അടിച്ച് താമസിക്കും. അടുത്ത ദിവസം ഇത്, അല്ലെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതും എടുത്തുകൊണ്ട് അവർ പോകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കവിടെ സ്ഥിരമാകുന്ന ഒരു വാസം ഇല്ല. അപ്പോൾ കൂടാരം പൊളിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെറ്റഫറിൻ്റെ അർത്ഥം ആ ടെമ്പററി നേച്ചർ ഓഫ് അവർ ലൈഫ്. അപ്പം നമ്മുടെ ജീവിതം താൽക്കാലികമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ എന്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, എനിക്ക് പ്രാധാന്യം, എൻ്റെ പ്രാധാന്യം എന്നുള്ളത് ഈ കാര്യങ്ങളാണ് പ്രാധാന്യം. എൻ്റെ ലാസ്റ്റ് വേർഡ്സായിട്ട് നിങ്ങൾ ഓർക്കേണ്ടത്, അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, ഞാൻ അവസാനം പറയുന്ന കാര്യങ്ങളായിട്ട് നിങ്ങൾ ഓർക്കേണ്ടത് ഈ പറയുന്ന കാര്യങ്ങളാണ്. എന്താ? നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും നിങ്ങൾ കൂട്ടിക്കൊള്ളുവീൻ. അവ നിങ്ങൾക്കുണ്ടാകുന്നുവെങ്കിൽ, നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നുവെങ്കിൽ നിങ്ങൾ എന്തായിരിക്കുകയില്ല? നിങ്ങൾ ഹ്രസ്വദൃഷ്ടിയുള്ളവരാകുകയില്ല. മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി നിങ്ങൾ പ്രാപിക്കും. അപ്പം ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ഐ വാണ്ട് ടു റിമൈൻഡ് യു, ഐ വാണ്ട് ടു ലീവ് ബിഹൈൻഡ് എ ലെഗസി that the apostle Peter preached about these things. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഈ പോപ്പുലർ ആകാൻ ആഗ്രഹിക്കാത്തവർ ഈ കാര്യങ്ങൾ പറയുന്നൊരു കാര്യം എന്താണെന്നറിയാം? അത് നമ്മൾ മനസ്സിലാക്കണം. ഈ താൽക്കാലികമായിട്ട് ആൾക്കാരെ ഇളക്കാനും ആൾക്കാർക്ക് വലിയ അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്ത് കയ്യടി മേടിക്കാനും ഇതൊക്കെ എളുപ്പമാണ്. അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് സ്റ്റഫൊക്കെ ഒത്തിരി പറഞ്ഞ്, അല്ലെങ്കിൽ സൈക്കോളജിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആൾക്കാരെ എക്സൈറ്റ് ചെയ്യാൻ അത് വലിയ കാര്യങ്ങളാണ്.
പലർക്കും. പക്ഷെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീനെന്നാ. I want to be remembered as one who preached the word of God. എനിക്കതാ താല്പര്യം. അപ്പോൾ അതുകൊണ്ടാണ് പണ്ടൊക്കെ പറയുമ്പോൾ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഉപദേശി ഇതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേൽ ഈ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്നൊക്കെ വരുന്ന സഹോദരന്മാരോടെ ഒരു അനുഗ്രഹം വരുമെന്നും ഒരു നന്മ വരുന്നെന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊരു സന്തോഷമല്ലേ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഇവിടെ. പക്ഷെ എനിക്ക് സന്തോഷമുള്ളത്, ഇന്ന് വന്നിരിക്കുന്ന സഹോദരന്മാരിൽ ഭൂരിഭാഗവും അവിടുന്ന് വന്നവരാ. അപ്പോൾ നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്നത് കൊണ്ടാണ്, നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ലഭിച്ചത് കൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, എൻ്റെ കൂടാരം ഇവിടെ പൊളിയാൻ പോകുകയാണ്. പൗലോസ് പറയുകയാണ്, അങ്ങനെ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ, ഇപ്പം ഈ അഴിഞ്ഞു പോകുന്നത് കൂടാരമാണെങ്കിൽ, ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ദാനമായി, നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായി ഒരു കെട്ടിടം. അത് ശ്രദ്ധിക്കണം. ഇവിടെ ഉള്ളത് എന്തുവാ? ദിസ് ഈസ് എ ടെന്റ്, ബട്ട് വാട്ട് വി ആർ ഗോയിങ് ടു ഗെറ്റ് ഈസ് എ ബിൽഡിംഗ്. അത് മനസ്സിലാക്കണം. ഇവിടെ നമുക്കെന്താണ്? ഇത് ടെൻറ്റാ, ഇത് കൂടാരമാ. പക്ഷെ കിട്ടാൻ പോകുന്നത് എന്താ? കെട്ടിടമാ. കെട്ടിടമെന്നും ടെൻറ്റെന്നും ഒക്കെ പറയുമ്പോൾ അതിൻ്റെ ആ കോൺട്രാസ്റ്റ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. കെട്ടിടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഉറപ്പുള്ള, ഇപ്പോൾ അടുത്ത മാസം ഇവിടെ ഒരു ടെൻ്റ് ഇടും. ആ ടെൻറ്റ് ജാനുവരി 10 ആകുമ്പോഴത്തേന് അഴിച്ചുകൊണ്ട് പോകും. പക്ഷേ ഈ ബിൽഡിംഗ് ഇവിടെ നിൽപ്പുണ്ട്. കാരണം ഇത് കെട്ടിടമാ, ഇത് സ്ഥിരമായിട്ടുള്ളതാ. നമ്മുടെ ആ ഞാൻ ചിന്തയ്ക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുക. മറ്റേതെന്താ? അത് കേവലം ടെൻറ്റാ. അപ്പം ജീവിതത്തെ ഏതിനോടാ ഉപമിച്ചേക്കുന്നത്? ടെൻറ്റിനോടാ. മറന്നു പോകരുത്. നമ്മൾ ഇന്ന് ഏതിനോടാ ഉപമിക്കുന്നേ? അല്ലെ നമ്മുടെ ചിന്ത എന്നാ? ഇത് കെട്ടിടമാന്നാ? അല്ല, ഇത് കെട്ടിടമല്ല, ഇത് ബിൽഡിംഗ് അല്ല, ഇത് ടെൻറ്റ് മാത്രമാണ്. കെട്ടിടം ഏതാ? വരാൻ പോകുന്നതാ. അപ്പോൾ അതിനെക്കുറിച്ചാണ് അപ്പോസ്തലൻ പറയുന്നത്. അതിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഈ കാര്യം നിങ്ങളെ എന്ത് ചെയ്യുക? ഓർപ്പിച്ചുണർത്തുക. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദിസ് ഈസ് ഓഫ് ക്രിട്ടിക്കൽ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോടിത് പറയുകയാണ്. എന്നിട്ട് ഇവിടെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് അതിനെക്കുറിച്ച് പറയുന്നതാകുന്ന ഒരു കാര്യം ശ്രദ്ധേയമാണ്. എന്തുകൊണ്ടാണ് താൻ ഇതിനെക്കുറിച്ച് പറയുന്നത്? താൻ പറയുന്നത് നമ്മുടെ കർത്താവായ ആ കാര്യം ഞാൻ പറയാനൊരു കാര്യമുണ്ട്. എൻ്റെ ഈ കൂടാരം പൊളിയാൻ പോകുകയാണ് എന്നെനിക്കറിയാം. അതിൻ്റെ കാരണം എന്താ? ശ്രദ്ധിച്ചേ. എന്തുകൊണ്ടാണ്? 13-ാം വാക്യം. യെസ്, അല്ല, നമ്മുടെ കർത്താവ്, അത് ഇച്ചിരി ആ ട്രാൻസ്ലേഷനിൽ യെസ്, അത് താൻ പറയുക. ഞാനിങ്ങനെ പറയാനൊരു കാരണമുണ്ട്. അതിൻ്റെ കാരണം എന്നാ? കർത്താവ് എന്നോട് പറഞ്ഞ കാര്യമൊക്കെ ഏകദേശം അടുത്ത് വരിക. അതുകൊണ്ടാണ് കർത്താവ് എനിക്ക് അറിവ് തന്നതുപോലെ. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് നമ്മൾ കാണുന്നത്. 2 ആ കാര്യങ്ങളെക്കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നുണ്ട്. 13-ാം അധ്യായത്തിൽ അതിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ പത്രോസ് പറഞ്ഞ്, ഞാൻ യെസ് നിനക്ക് ഇപ്പോൾ എന്നെ അനുഗമിപ്പാൻ കഴിയുകയില്ല, പിന്നീട് നീ എന്നെ അനുഗമിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ പോകുന്ന
വഴിയിൽ ഇപ്പം നിനക്ക് വരാൻ കഴിയുകയില്ല, പക്ഷെങ്കിൽ പിന്നീട് നീ അനുഗമിക്കും. അപ്പം ആ കാര്യങ്ങൾ കർത്താവ് പറഞ്ഞതൊക്കെ ഏകദേശം ഒത്തു വന്നത് താൻ മനസ്സിലാക്കി. ഒരു പക്ഷേ റോമിൽ നീറോ കൈസർ ക്രിസ്ത്യാനികൾക്കെതിരെ അഴിച്ചുവിട്ട ആ പീഡനം അത് തുടങ്ങി കാണും. അങ്ങനെ പല കാര്യങ്ങളും സംഭവിച്ചു കാണും. അതൊത്തു വന്നു. അപ്പോൾ പത്രോസ് പറയുകയാണ്, എൻ്റെ കൂടാരം പൊളിയാൻ പോകുക, പക്ഷേ എൻ്റെ അവസാനത്തെ വിൽ ആൻഡ് ടെസ്റ്റാമെൻറ്റ്, എൻ്റെ അവസാനത്തെ വിൽപത്രമായിട്ട് ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്ന ഈ കാര്യമാണ്. എൻ്റെ കൂടാരം പൊളിയാൻ പോകുകയാണ്. അത് കർത്താവായ യേശുക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ. അതുപോലെ 21-ാമത്തെ അധ്യായത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 18 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ഈ കാര്യം താൻ പറയുന്നുണ്ട്. അവിടെയും നീ യൗവനക്കാരനായിരുന്നപ്പോൾ ഇഷ്ടമുള്ളടുത്ത് എന്നിട്ട് പറയുകയാണ്, എന്നിട്ട് താഴോട്ട് പറയുകയാണ്, വയസ്സനായ ശേഷമോ എന്നിട്ട് താഴോട്ട് പറയുന്നത്, അവൻ ഇന്ന വിധം തൻ്റെ മരണത്താൽ മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്നാണ് കർത്താവ് അവിടെ പറഞ്ഞത്. നോക്കണം, അപ്പോൾ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം മാത്രമല്ല, അവരുടെ മരണവും ആർക്ക് വേണ്ടിയുള്ളതാ? കർത്താവിന് വേണ്ടിയിട്ടുള്ളതാ. നാം ജീവിച്ചാലും മരിച്ചാലും ആർക്കുള്ളതാ? കർത്താവിനുള്ളവരാ. ഈ ഒരു ബോധ്യം നമ്മളെ ഭരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മരണത്തെക്കുറിച്ചുള്ള വലിയ ഭയം നമ്മിൽ നിന്ന് മാറത്തുള്ളൂ. നമ്മൾ ജീവിച്ചാലും മരിച്ചാലും നമ്മൾ ആർക്കുള്ളവരാ? കർത്താവിനുള്ളവരാ. ആകട്ടെ, അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ തൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ താൻ ആവർത്തിച്ച് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ മരിക്കാൻ കിടക്കുമ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് തനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. മരിക്കാൻ കിടക്കുമ്പോഴും ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്ന് താൻ പറയാനുള്ള വൈ he is so confident that he was leaving them with something immeasurably valuable. അതായത് താൻ മരിക്കാൻ കിടക്കുമ്പോഴും അല്ലെ തൻ്റെ മരണം അടുത്തിരിക്കുന്നു എന്ന് തനിക്ക് അറിയുമ്പോഴും താൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ വളരെ വിലയുള്ളതാണ് എന്ന് സംശയം കൂടാതെ ഇത്ര ഉറപ്പായിട്ടിങ്ങനെ പറയാനുള്ള കാര്യം എന്നാ? അതിൻ്റെ കാരണമാണ് താൻ തുടർന്ന് പറയുന്നത്. അതിൻ്റെ കാരണങ്ങളാണ് താൻ പറയുന്നത്. അതായത്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്, എനിക്കതിനെക്കുറിച്ച് പൂർണ്ണ ബോധ്യമാണ്. മാത്രമല്ല, എൻ്റെ കൂടാരം പൊളിയുന്നതിന് തൊട്ട് മുൻപേ എനിക്ക് പറയാനുള്ളത് ഈ കാര്യങ്ങൾ തന്നെയാണ്. ഇനിയും എൻ്റെ കൂടാരം പൊളിഞ്ഞ ശേഷവും ഇത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർക്കണം. ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാലും, ഇവിടെ നിന്ന് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും, എൻ്റെ ശേഷമുള്ള ദൈവമക്കൾ ഇത് തന്നെ ഓർക്കണം. അങ്ങനെ ഓർക്കത്തക്കവണ്ണം അത്ര പ്രാധാന്യമുള്ളതാണ് ഈ കാര്യങ്ങളെന്നും അത്രമാത്രം വിലയുള്ളതാണെന്നും അത് സത്യമാണെന്നുമുള്ള തൻ്റെ ബോധ്യത്തിൻ്റെ കാരണങ്ങളാണ് താഴോട്ട് പറയുന്നത്. അതാണ് നമ്മൾ താഴോട്ട് ചിന്തിക്കുന്നത്. വൈ
Why he is so confident? ഒന്നാമത് നാം പറയുന്ന കാര്യം, ഞങ്ങൾ ഇത് നിങ്ങളോട് പറഞ്ഞപ്പം, ഒന്ന് വായിക്കാമോ? അതിൽ 16-ാം വാക്യം. നോക്കുക. അതായത് ഈ ലേഖനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ നിങ്ങളോട് ചില കാര്യങ്ങൾ അറിയിച്ചു. എന്താ ഞങ്ങൾ അറിയിച്ചത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വരവിന് മുൻപേ അതിനോട് ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവിനോട് ബന്ധപ്പെട്ടെന്നുള്ളതല്ല, യേശു കർത്താവിൻ്റെ കാൽവറി മരണം അല്ലെങ്കിൽ ജനനം മുതൽ കാൽവറി മരണവും ഉയർപ്പും മടങ്ങി വരവ് വരെ ഈ കാര്യം അപ്പോസ്തലന്മാർ പ്രസംഗിച്ച കാര്യം. അവരുടെ പ്രസംഗത്തിൻ്റെ അന്തസത്ത എപ്പോഴും അത് തന്നെയായിരുന്നു. യേശു കർത്താവിനെ കുറിച്ചായിരുന്നു. ക്രൈസ്റ്റ് സെൻറ്റേർഡ് സെർമൺസ് ആയിരുന്നു എപ്പോഴും അവർക്ക് പറയാനുള്ളത്. അപ്പോൾ അത് താൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ നിങ്ങളോട് യേശു കർത്താവിൻ്റെ ശക്തിയെക്കുറിച്ചും പ്രത്യക്ഷതയെക്കുറിച്ചും പറഞ്ഞു. അതിൻ്റെ ബേസിസിലാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കർത്താവ് വരാൻ പോകുന്നു, അവിടുന്ന് ന്യായാധിപതിയായി വരാൻ പോകുന്നു, അവിടുന്ന് രാജാവായി ഈ ഭൂമിയിലേക്ക് വരാൻ പോകുന്നു. അതിനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്യകാലത്ത് അവൻ്റെ പ്രത്യക്ഷതയുടെ, യേശുവിൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ എന്ന് പറഞ്ഞ് 3-ാമത്തെ വാക്യം, അതിൻ്റെ 4-ാം വാക്യം. നോക്കുക. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷവും ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരും. വിശേഷ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ എന്തിയേ വരുമെന്ന് പറഞ്ഞ ആ വരവെന്തിയേ? വരുമോ? ആർക്കറിയാം, ഇല്ലേ? എന്നാൽ പത്രോസ് പറയുകയാണ്, ഞങ്ങൾ അത് പറയാൻ ഒരു കാരണമുണ്ട്. എൻ്റെ കൂടെ വരണേ. കർത്താവ് വരുമെന്ന് പറയാൻ ഞങ്ങൾക്ക് എന്തുണ്ട്? ഒരു വളരെ ബോധ്യമുണ്ട്, കാരണമുണ്ട്. അത് ഞങ്ങൾ കേട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിലൊന്നും പറഞ്ഞതല്ല. ഇത് ക്ലവർലി ഡിവൈസ്ഡ് ടെയിൽസ് അല്ല, നിർമ്മിത കഥകളല്ല, നിർമ്മിത കഥകളല്ല, ഇല്ലാത്തതല്ല ഞങ്ങൾ പറഞ്ഞത്. പലപ്പോഴും നമുക്കൊക്കെ ഇന്ന് ഇല്ലാത്ത കാര്യങ്ങൾ കേൾക്കാനാണ് താല്പര്യം. ഇല്ലാത്ത കാര്യങ്ങളാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ കേൾക്കാനാണ് പലർക്കും താല്പര്യം. വേദപുസ്തകത്തിൽ എഴുതിയേക്കുന്നത് വായിക്കാൻ താല്പര്യം വളരെ കുറവുമാണ്. ഈ നമ്മുടെ ഇടയിൽ, എനിക്കറിയത്തില്ല നമ്മുടെ ഇടയിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഈ നരകത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, സ്വർഗത്തെക്കുറിച്ചുള്ള വെളിപ്പാട് എന്നൊക്കെ പറഞ്ഞ പുസ്തകങ്ങളുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റ് ആൾക്കാർക്ക് വായിക്കാൻ. കെട്ടുകഥകളാണ് അത്, വെറും കെട്ടുകഥകളാണ്. ഞാൻ കെട്ടുകഥകളാന്ന് പറയുമ്പോൾ എനിക്കത് നല്ല കോൺഫിഡൻസോടാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ കെട്ടുകഥകളാന്ന് പറയുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. സ്വർഗത്തെക്കുറിച്ച് അങ്ങനെ നമ്മളെ അറിയിക്കാൻ ദൈവത്തിന് പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ
ആ കാര്യങ്ങൾ അറിയിക്കാൻ നല്ല കഴിവുള്ള ഒരാളെ സ്വർഗത്തിൽ കൊണ്ടുപോയച്ച് തിരിച്ചു കൊണ്ടുവന്നായിരുന്നു. ആരാന്നറിയാമോ? പൗലോസ്. അദ്ദേഹത്തോട് പറഞ്ഞെന്താ? മിണ്ടിപ്പോയേക്കല്ലെന്നാ പറഞ്ഞേ. ഇനിയും നമ്മൾ ആ കാര്യം അറിഞ്ഞത് തന്നെ കൊരിന്തുകാരുടെ അഹങ്കാരം കൊണ്ടാണ് അറിഞ്ഞത്, അല്ലെ നമ്മൾ അറിയത്തില്ലായിരുന്നു. കൊരിന്തുകാരുടെ അഹങ്കാരം ഞങ്ങൾക്ക് ഭയങ്കര വെളിപ്പാടാണ്, ഞങ്ങൾക്ക് ഭയങ്കര ദർശനമാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരോട് പറഞ്ഞു, ആഹാ നിങ്ങൾക്ക് വെളിപ്പാട്. എന്നാൽ എനിക്കൊരു മനുഷ്യനെ അറിയാം, അവൻ 14 വർഷം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അത്രയും വെളിപ്പാടൊന്നും നിങ്ങൾക്ക് ഇല്ലെന്ന് അവരോട് പറഞ്ഞതിൻ്റെ സാരം. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ഈ നിർമ്മിത കഥകൾക്ക് പ്രിയം കൂടുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാ കാലഘട്ടത്തിലും അത് തന്നെയാണ്. ഈ ക്ലെവർലി ഡിവൈസ്ഡ് ടെയിൽസ്. അടുത്ത കാലത്ത് കുറച്ച് നാൾ മുമ്പ് ഒരാളിനോട് പറഞ്ഞു, ഒരു വലിയ വരപ്രാപ്തൻ വന്നു, അദ്ദേഹം ആരെയും പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ, ആ പാമ്പിനെ തിരിച്ച് വിളിച്ചോണ്ട് വന്ന് വിഷമെടുപ്പ്. എന്തല്ല അതൊക്കെ കേൾക്കാൻ എന്തോ ഒരു താല്പര്യമാണെന്നറിയാമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിർമ്മിത കഥകൾ, മസാല വെച്ച അല്പം സത്യവും സത്യമല്ലാത്തതും, ഈ ക്ലെവർലി ഡിവൈസ്ഡ് ടെയിൽസ്, ഈ വേദപുസ്തകം പറയാതെ ഈ ക്ലെവർലി ഡിവൈസ്ഡ് ടെയിൽസ് പറയുന്നവരെ സൂക്ഷിച്ചോണം. കാരണം അവർ എങ്ങനെയുള്ളവരാണെന്നറിയാമോ? അവർ നിങ്ങളെ വാണിഭച്ചരക്കാക്കുമെന്ന ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അവർ നിങ്ങളെ, അതായത് അവരെക്കുറിച്ച് പറയുന്നത്, പത്രോസ് പറയുന്നത്, അവർ 2:14 അവർ ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞവരാ. ഈ പുസ്തകത്തിലുള്ളത് പറയാതെ ഈ അതും ഇതുമൊക്കെ പറയുന്നത്, അത് നമ്മൾ ചെവി കൊടുക്കരുത്. ക്ലെവർലി ഡിവൈസ്ഡ് ടെയിൽസ്, നോ. ക്ലെവർലി ഡിവൈസ്ഡ് ടെയിൽസ് അല്ല നമുക്ക് ആവശ്യം, നിർമ്മിത കഥകളല്ല. പത്രോസ് പറയുകയാണ്, ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞത് ഞങ്ങൾക്ക് നിർമ്മിത കഥകളുടെ ആവശ്യമില്ല, നിർമ്മിത കഥകളുടെ ആവശ്യമില്ല. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് വന്ന ഒരു വിഷയം, ഈ കുറച്ച് നാൾ മുമ്പേ ഈ ശാപവും അനുഗ്രഹമെന്നും പറഞ്ഞ് ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോഴും അതിൻ്റെ നമ്മുടെ ആൾക്കാരൊക്കെ ഗോപ്യമായിട്ടൊക്കെ പോകുന്നുണ്ട്. ഞാനിങ്ങനെ അത് ആരിൽ നിന്ന് ഞാനത് ആദ്യം കേട്ടോ, ആ മനുഷ്യനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് വന്നപ്പോൾ, ഞാനിങ്ങനെ ചിന്തിച്ച് വന്നപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത് പുസ്തകത്തിൽ നിന്നല്ല പറയാനുള്ളത് ജൊനാഥാൻ എഡ്വേർഡ്സ്, പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്ര ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ മക്കളുടെ കൂട്ടത്തിൽ എത്ര ഉയർന്ന പദവിയിലുണ്ടായിരുന്നു, പിന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വേറൊരുത്തൻ, അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽ ഒത്തിരി പേര് മദ്യപന്മാരായി, പിന്നെ കൊലപാതകികളായി എന്നൊക്കെ പറയാം. എന്നിട്ട് പറയാം ഇത് വന്നത് ജൊനാഥാൻ എഡ്വേർഡ്സിൻ്റെ അനുഗ്രഹവും മറ്റേത് ശാപവും. നിർമ്മിത കഥകൾ, അത് കേൾക്കാൻ ഭയങ്കര, ഇത് ഞാൻ ആദ്യം കേൾക്കുന്നത് അവിടെ ന്യൂ ബോംബെയിൽ നെരൂളെന്ന് പറഞ്ഞ സ്ഥലത്താണ് ആദ്യം ഇത് കേൾക്കുക. എനിക്കത് ഭയങ്കര അതിശയം തോന്നി. ഞാൻ പറഞ്ഞത്, ഇതാ പലർക്കും പഥ്യമായിരിക്കുന്നത്. പത്രോസ് പറയുക, നോ, ഞങ്ങൾ ഇത് പറഞ്ഞത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല. ഞങ്ങൾ പിന്നെ അവിടുത്തെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ എന്ന് ചോദിക്കുന്ന പരിഹാസികളുള്ള ഈ കാലഘട്ടത്തിൽ എൻ്റെ മരണസമയത്തും എനിക്കിത് ധൈര്യത്തോടെ പറയാൻ
കഴിയുന്നത് എന്തുകൊണ്ട്? താൻ പറയുകയാണ്, ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് ആ നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല. അപ്പോൾ ഈ നിർമ്മിത കഥകൾ കൊണ്ടും കർത്താവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചുള്ള വാഗ്ദത്തം എവിടെ എന്ന് ചോദിക്കുന്ന പരിഹാസികൾക്കുമുള്ളതാകുന്ന ഒരു റെഫ്യൂട്ടലാണ്, അല്ലെങ്കിൽ അവരുടെ ഉപദേശങ്ങളെ അത് തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് താൻ ഇവിടെ ചെയ്യുന്നത്. ഇവിടെ അത് ചൂണ്ടിക്കാണിപ്പാനായിട്ട് പത്രോസ് ഉപയോഗിക്കുന്നത് മറുരൂപമലയിൽ ഉണ്ടായതാകുന്ന ആ കാര്യം ആദ്യം പറയുന്നത്. പത്രോസ് പറയുകയാണ്, we are eyewitnesses to his majesty. അവിടുത്തെ മഹത്വത്തിന്, അവിടുത്തെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. എന്താണ് പത്രോസ് പറയുന്നത്? മറന്നു പോകരുത്, കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചുള്ള വാഗ്ദത്തം എവിടെ എന്ന് ചോദിക്കുന്നവരുള്ള കാലഘട്ടത്തിൽ അവർക്കുള്ള മറുപടിയാണിത്. പത്രോസ് പറയുകയാണ്, ഞങ്ങൾ ഐ വിറ്റ്നസ്സസാ. എന്തിന്? കർത്താവിൻ്റെ മഹിമയുടെ സാക്ഷികളാണ്. എന്തിനെക്കുറിച്ചാണ് താൻ പറയുന്നത്? സുവിശേഷങ്ങളിൽ ഉള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ് താൻ അവിടെ പറയുന്നത്. സുവിശേഷങ്ങളിൽ ഉള്ളതാകുന്ന ഒരു സംഭവം, അതായത് കർത്താവ് രൂപാന്തരപ്പെട്ടതിനെ കുറിച്ചാണ് താൻ ഇവിടെ പറയുന്നത്. കർത്താവിൻ്റെ രൂപാന്തരീകരണം എന്നുള്ളത് പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, കേവലം യേശു കർത്താവിൻ്റെ മഹിമയുടെ ഒരു ദർശനം മാത്രമായിട്ടല്ല ഞങ്ങളതിനെ കണ്ടത്, ഞങ്ങൾക്കതിനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. പിന്നെയോ യേശു കർത്താവിൻ്റെ ശക്തിയും പിന്നെന്താ പ്രത്യക്ഷതയുമായിട്ട് ഞങ്ങൾക്കതിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു കർത്താവിൻ്റെ മറുരൂപമലയിലെ ആ പ്രത്യക്ഷത എന്നുള്ളത് ഇവിടെ പരിശുദ്ധാത്മാവ് പറയുക, വരാൻ പോകുന്ന ഒരു കാര്യത്തിൻ്റെ സൂചനയാണ്. അത് ഞങ്ങൾക്കതിന് അതെന്തായിരിക്കുമെന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യമാണ്. നോക്കണം, മറുരൂപമലയിലെ ആ എക്സ്പീരിയൻസിനെ കുറിച്ച് പത്രോസ് പറയുകയാണ്, യേശു കർത്താവ് മഹിമയോടെ, ശക്തിയോടെ, മഹത്വത്തോടെ മടങ്ങി വരും എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. കാരണം സുവിശേഷകന്മാർ ആ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ കർത്താവിനെയും വരുമെന്ന്, അവിടുന്ന് മഹിമയോടെ വരുമെന്നുള്ളതിന് അത് പറഞ്ഞ് ഞങ്ങൾ നാട്ടുകാരെ നല്ല നടപ്പിന് പ്രേരിപ്പിക്കുകയല്ല. പിന്നെയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ജീവിതത്തിൽ ഇന്നതായിരിക്കും, അത് ഈ യവനായ ചിന്തയനുസരിച്ച് ഈ ആഫ്റ്റർ ലൈഫിനെ കുറിച്ചൊക്കെ, ലൈഫ് ആഫ്റ്റർ ഡെത്ത്, മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെ അവർ പറയുമ്പോൾ അത് പറയുന്നതിനൊരു മോറൽ ആപ്ലിക്കേഷനുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞേച്ച് ഇപ്പം മര്യാദയ്ക്കൊക്കെ നല്ലപോലൊക്കെ ജീവിച്ചോണം. പക്ഷേ അതിന് അടിസ്ഥാനമൊന്നുമില്ല. എന്നാൽ പത്രോസ് പറയുന്നത് അങ്ങനെയല്ല. കർത്താവ് വരുമെന്നും കർത്താവ് രാജാവായിട്ട് വാഴുമെന്നും ഒക്കെ ഉള്ളത് അതുപോലെയുള്ളതാകുന്ന ഒരു നിർമ്മിത കഥകളൊന്നുമല്ല, അല്ലെങ്കിൽ ജനങ്ങളെ ഒരു നന്നായിട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മോറൽ സ്റ്റോറിയായിട്ടൊന്നും അല്ല ഞങ്ങളിത് പറയുന്നത്. ഞങ്ങളിത് പറയുമ്പോൾ
ഞങ്ങൾക്കതിനെക്കുറിച്ച് തികഞ്ഞ ബോധ്യമുണ്ട്. കാരണം ഞങ്ങൾ അതിൻ്റെ സാക്ഷികളാണ്. വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്കൊരു സാക്ഷ്യം പറയാനായിട്ട് കഴിയും. കാരണം ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തു. കാണുകയും കേൾക്കുകയും ചെയ്തു. ഈ ആ ഒരു വേദഭാഗം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ആ സത്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് മരുഭൂമലയിലെ ആ എക്സ്പീരിയൻസിനെ വ്യാഖ്യാനിക്കുന്നത് യേശു കർത്താവിൻ്റെ മഹത്വം അവരെ കാണിച്ചു എന്ന നിലയിലല്ല താൻ അത് മനസ്സിലാക്കിയത്. പിന്നെയോ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളതാകുന്ന ഒരു ഉറപ്പായിട്ടാണ് താൻ അതിനെ മനസ്സിലാക്കുന്നത്. അതാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ വേദപുസ്തകം ചില വേദഭാഗങ്ങളൊന്ന് നിങ്ങളെ ചൂണ്ടിക്കാണിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. അതായത് കർത്താവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 24-ാം അധ്യായം 30-ാം വാക്യം. മറ്റൊരാൾ മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 26-ാം വാക്യം. ഈ വാക്യങ്ങളൊക്കെ ഒന്നെടുത്ത് വായിക്കാം. യെസ്. മഹാശക്തിയോടെ തേജസ്സോടും കൂടെ വരുന്നത് കാണും. മർക്കോസിന്റെ സുവിശേഷം 13:26 അത് തന്നെയാ. ലൂക്കോസിന്റെ സുവിശേഷം 21:27. എന്നാൽ അതിനോട് ചേർന്ന് നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 1-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം ശ്രദ്ധിക്കണം. ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം. എന്നിട്ട് ഉടനെ മർക്കോസ് ഏത് സംഭവത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്? ഏത് സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്? മരുഭൂമലയിലെ സംഭവമാണ് പറയുന്നത്. ആ കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് വരെ മരണം ആസ്വദിക്കാത്ത ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ടെന്ന് മർക്കോസ് പറഞ്ഞ ഉടനെ പറയുകയാണ്, ആ കാലത്ത് കർത്താവ് എന്ത് ചെയ്തു? ആ ഉയർന്നൊരു മലയിലേക്ക് ശിഷ്യന്മാരെ കൊണ്ടുപോയി. എന്നിട്ട് അവരിൽ എത്ര പേർക്ക് ആ പ്രൈവറ്റ് എക്സ്പീരിയൻസ് ലഭിച്ചു? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അപ്പം ഏതിനെക്കുറിച്ചാണ് അവിടെ കർത്താവ് പറഞ്ഞേ? ദൈവരാജ്യം അപ്പോൾ എന്തോ കാഴ്ചയാണ്. അതൊരിക്കൽ കണ്ടു കഴിഞ്ഞ് ഒരാൾക്ക് എന്നെ ഉറപ്പാ ഇല്ലേ? എന്നാൽ അപ്പം നമ്മൾ ചിന്തിക്കും നമുക്ക് അങ്ങനെ ഒരു കാഴ്ച ഉണ്ടായിരുന്നേ. എന്നാൽ താഴോട്ട് പറയുന്നുണ്ട്, അത് ഞങ്ങൾക്ക് കാണാൻ, അത് ഈ നിൽക്കുന്നവർ ചിലർ കാണുമെന്നേ പറഞ്ഞുള്ളൂ. എല്ലാവർക്കും ഒന്നും ആ ഭാഗ്യം കിട്ടിയില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട്? പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് ഒന്നും ആ കാര്യത്തിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാ പത്രോസ് പറയുന്നതാകുന്ന കാര്യം. ഞാൻ ഈ കാര്യം വീണ്ടും പറയാനുള്ള കാര്യം ഇതാ, ഞങ്ങൾ നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടൊന്നും അല്ല ഈ കാര്യം പറയുന്നത്. ഞങ്ങൾ അവിടുത്തെ മഹിമ കണ്ട സാക്ഷികളാണ്. മാത്രമല്ല അവിടെ കർത്താവിന് എന്ത് കിട്ടി? അതായത് ഈ വാക്യം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ പത്രോസ് പറയുന്നത് എന്താ? അവിടെ ഇവൻ 17-ാം വാക്യം. യെസ്. നോക്കുക, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ശബ്ദം അതിശ്രേഷ്ഠ
തേജസ്സിങ്കൽ നിന്ന് വന്നപ്പോൾ. എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, അല്ലെ മറ്റ് സുവിശേഷങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് മേഘത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായി. പക്ഷേ ഇവിടെ ആ കാര്യം പറയുന്നില്ല. എന്തുകൊണ്ട് ആ കാര്യം പറയാത്തത്? ഇതിനോട് ചേർന്ന് പോകുന്ന ഒരു വേദഭാഗം പഴയ നിയമത്തിലുണ്ട്. അത് മറ്റൊന്നുമല്ല, മിശിഹൈക സങ്കീർത്തനമെന്ന് നമ്മൾ വിളിക്കുന്ന, അല്ലെങ്കിൽ ആദിമസഭ കരുതിയിരുന്ന 2-ാം സങ്കീർത്തനം. അതിൻ്റെ 7-ാം വാക്യത്തിൽ നമ്മളൊരു വായിക്കുന്നുണ്ട്. എന്താണ്? ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യെസ്, ആ നോക്കുക, നീ എൻ്റെ പുത്രൻ, ഇന്നു ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ 2-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ മിശിഹായെക്കുറിച്ച് പ്രവചിച്ചിരുന്ന കാര്യം എവിടെ നിവൃത്തിയായെന്ന പത്രോസ് പറയുന്നേ? ഞങ്ങൾ വിശുദ്ധ പർവ്വതത്തിൽ യേശു കർത്താവിനോടൊപ്പം ആയിരുന്നപ്പോൾ ഞങ്ങൾ കണ്ടു കേട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഏത് സാക്ഷികളാ? ഞങ്ങൾ ആ സംഭവം കാണുകയും ചെയ്തു, അത് കേൾക്കുകയും ചെയ്തു. ഇനിയും ഈ കാര്യം ഉറപ്പിക്കുവാൻ ഞങ്ങളുടെ കാഴ്ചയും കേൾവിയും മാത്രമല്ല, ഇതിനെ ഉറപ്പിക്കുന്ന പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് നിർമ്മിത കഥയല്ല. ഞങ്ങളിതിന് സാക്ഷികളാ, ഞങ്ങളിത് കണ്ടു, ഞങ്ങൾ ആ ശബ്ദം കേട്ടു. പിന്നെ തിരുവഴുത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെയെന്ന് പരിഹാസികൾ ചോദിക്കുമ്പം എനിക്ക് പറയാനുള്ള മറുപടി ഇത്: വി ആർ വിറ്റ്നസസ് ഓഫ് ഹിസ് മെജസ്റ്റി. ഞങ്ങൾ അവിടുത്തെ മഹിമയ്ക്ക് സാക്ഷികളാകുന്നു. ഇവിടെ ഈ കാര്യം നമ്മൾ തുടർന്ന് മനസ്സിലാക്കുമ്പോൾ, ഞങ്ങൾ അവനോടുകൂടെ, യേശുവിനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈ ശബ്ദം ഉണ്ടായത് ഞങ്ങൾ കേട്ടു. അപ്പോൾ ഐ വിറ്റ്നസ് ടെസ്റ്റിമോണി മാത്രമല്ല, ദൃക്സാക്ഷികളുടെ ആ സാക്ഷ്യം മാത്രമല്ല, പിന്നെ എഴുതപ്പെട്ട സാക്ഷ്യവും ഈ കാര്യത്തെക്കുറിച്ച് ഉണ്ട് എന്ന് പത്രോസ് പറയുമ്പോൾ, ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ അവനോടുകൂടെ, അല്ലെങ്കിൽ യേശുവിനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈ ശബ്ദമുണ്ടായി. ഈ മറുരൂപമലയെ ഇവിടെ അപ്പോസ്തലനായ പത്രോസ് വിശേഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ പർവ്വതമെന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റെഫറൻസ് ഇവിടെ പറയുന്നത്? പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ സീനായി മലയെ പോലും വിശുദ്ധ പർവ്വതമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു മൃഗമെങ്കിലും ആ പർവ്വതം തൊട്ട് കഴിഞ്ഞാൽ അതിനെ കല്ലെറിഞ്ഞു കൊള്ളണം, അതിനെ വിശുദ്ധീകരിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിനെ വേർതിരിച്ച് അകന്നു നിന്നോണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ പഴയ നിയമം മുഴുവൻ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു പർവ്വതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ പർവ്വതമെന്ന്. ഇതിനെക്കുറിച്ചാണെന്നറിയാമോ? സിയോൻ പർവ്വതത്തെക്കുറിച്ച്, സിയോൻ മലയെക്കുറിച്ച്. ഈ 2-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ പത്രോസ് പറയുകയാണ്, ഈവൻ എൻ്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. 2:7 പറഞ്ഞിരിക്കുന്ന അതേ നിലയിലാണ് പത്രോസ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പത്രോസ് അതിൻ്റെ ഫുൾഫിൽമെൻ്റ് ആയിട്ട് പറയുക. എന്നാൽ സങ്കീർത്തനം 2:6 ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്,
എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഫോർഗോൺ കൺക്ലൂഷനാണ്. വിശുദ്ധ പർവ്വതമാകുന്ന സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 7-ാം വാക്യത്തിൽ പറയുകയാണ്, നീ എൻ്റെ പുത്രൻ, ഇന്നു ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. പത്രോസ് അതിനെ ലിങ്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് 2-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞ ആ കാര്യം ആരിൽ നിവൃത്തിയായി, യേശുക്രിസ്തുവിൽ നിവൃത്തിയായി എന്നുള്ളത് അവിടുത്തെ മഹിമ ഞങ്ങൾ കാണുകയും സ്വർഗത്തിൽ നിന്ന് ഈ ശബ്ദം കേൾക്കുകയും ചെയ്തപ്പോൾ യേശുവിൽ ആ കാര്യം നിവൃത്തിയായെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആ രാജാവിനെ വാഴിച്ചിരിക്കുകയാണ്. അത് ഓൾറെഡി ഇറ്റ് ഈസ് എ ഫോർഗോൺ കൺക്ലൂഷൻ. അത് നടന്നിരിക്കുകയാണ്. 2-ാം സങ്കീർത്തനം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ പറഞ്ഞേക്കുന്നത് എന്താ? ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതുമെന്ത്? കാരണം ജാതികളുടെയും വംശങ്ങളുടെയും നിരൂപണങ്ങളൊക്കെയും വ്യർത്ഥമാണ്. അതിൻ്റെ കാരണം എന്നാ? എന്നിട്ട് താഴോട്ട് പറയുക, യഹോവയ്ക്കും അവൻ്റെ അഭിഷക്തനും വിരോധമായി നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ചു കളയുക. എന്നാൽ അവിടെ പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്താ? സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അതിൻ്റെ കാരണം എന്താ? നോ, അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. കാരണം യേശുവിന് ആ അധികാരവും ശക്തിയും ഓൾറെഡി കിട്ടിയേക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ പർവ്വതത്തിൽ ഒരു രാജാവിനെ വാഴിച്ചിരിക്കുകയാണ്. ഞങ്ങൾ അതിന് ഐ വിറ്റ്നസ്സസ് ആണ്. ആ വിശുദ്ധ പർവ്വതത്തിൽ ഞങ്ങൾ ഇത് കണ്ടു, ഞങ്ങൾ ഇത് കേട്ടു. വരാൻ പോകുന്നത് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത്. ഇത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധാനത്തിൽ അടയ്ക്കാം. നാം ചിന്തിച്ചല്ലോ, അപ്പോസ്തലനായ പത്രോസ് പറയുന്നതാകുന്ന കാര്യങ്ങൾ. തൻ്റെ മരണം അടുത്തിരിക്കുന്നു എങ്കിലും തനിക്ക് പറയാനുള്ളത് ഈ കാര്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ വരവും അവിടുത്തെ പ്രത്യക്ഷതയും അവിടുത്തെ മഹിമയും അവിടുന്ന് രാജാവായിട്ട് ഈ ഭൂമിയിൽ വാഴാൻ പോകുന്നു എന്നതിനാൽ നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും കർത്താവ് അവിടുത്തെ ദിവ്യശക്തി നൽകുകയും വിലയേറിയതും അതിമഹത്വമാകുന്ന വാഗ്ദത്തങ്ങൾ തരികയും ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തോട് വീര്യവും വീര്യത്തോട് പരിജ്ഞാനവും അങ്ങനെ അവ നമ്മൾക്കുണ്ടായി വർദ്ധിച്ചു വരുന്ന നിത്യതയുടെ വെളിച്ചത്തിലുള്ളതാകുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകേണ്ടതിനായി വിനയത്തോടെ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധാനത്തിൽ സമർപ്പിക്കാം. കാരണം ഇത് സത്യമാണ്, ഇത് മാറ്റമില്ലാത്ത വെളിപ്പാടാണ്, ഇത് നിർമ്മിതമാകുന്ന ഒരു കഥയല്ല. അങ്ങനെയെങ്കിൽ അതിനായിട്ട് നമ്മെ തന്നെ ഏൽപ്പിക്കാം, അതിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാർ